Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ്, എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന സൺഡേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കുക്കീസ്, നാൻ കത്തായ് കുക്കീസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്, നമുക്ക് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയാ ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു തരാം. 100 ഗ്രാം ഗീ എടുത്തിട്ടുണ്ട്, അതായത് അരക്കപ്പാണ് വന്നിരിക്കുന്നത്. 120 ഗ്രാം മൈദ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. 100 ഗ്രാം ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. 60 ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. 30 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണം. ഒരു 1/4 കപ്പ് ഓയിലും വേണം. ഒരു നുള്ള് ഉപ്പും കൂടി ആവശ്യമുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് നാൻ കത്തായ് ഉണ്ടാക്കാൻ ആവശ്യമായത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 100 ഗ്രാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ഷുഗർ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ ഷുഗർ ഈ ഗീയിൽ മെൽറ്റായി വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഷുഗറും ഗീയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. 120 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 30 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. 60 ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കി നമുക്ക് മാവ് രൂപത്തിൽ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ മാവ് എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴക്കണം. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതെപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്, എന്തൊക്കെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവാന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പൊ ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, OTG പ്രീഹീറ്റിന് വെക്കണം. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റിന് വെക്കാം. ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താവും, നമ്മുടെ മാവും സെറ്റായി വരുന്നതായിരിക്കും. അങ്ങനെ 15 മിനിറ്റ് നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും കറക്റ്റായിട്ട് നമുക്ക് കയ്യിലൊന്നും എവിടെയും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യാം, ചെറിയ ഉരുളകളാക്കിയിട്ട് ഷേപ്പ് ആക്കി എടുക്കാം. കുക്കീസിൻ്റെ ഷേപ്പിലേക്ക്, ഒരു റൗണ്ട് ഷേപ്പിലേക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ചെറിയ ബോളാക്കി അതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിലേക്ക്, കുക്കീസിൻ്റെ ഷേപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കി മാവും കൂടി കുക്കീസ് ഷേപ്പിലേക്ക് റെഡിയാക്കി വെക്കാം. പിന്നെ ഇത് നമുക്ക് OTG തന്നെ ഉണ്ടാക്കണം എന്നില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ദോശ പാൻ ഉണ്ടാവും.
ദോശ പാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പാന് ചെറിയ ചൂടിൽ വെച്ചാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കണ്ട. ഇപ്പം ഈ അടുത്തായിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ഗ്യാസ് തീർന്ന്. അപ്പോൾ പിന്നെ ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതുപോലത്തെ കുക്കീസ് പിന്നെ ആണെങ്കിൽ കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷന്. ഗ്യാസ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മുടെ നാൻ കത്തായ് കുക്കീസ് ഇനി ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം 10 മിനിറ്റ് പ്രീ ഹീറ്റ് വെച്ചിട്ടുണ്ട്, 180 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത് 15 മിനിറ്റ് 180 ഡിഗ്രിയിലാണ്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ അടിപൊളി നാൻ കത്തായ് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാൻ കത്തായ് കുക്കീസ് കാണുന്നുണ്ടാവും നിങ്ങൾ. ഇത് ഒരു സെറ്റ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു, അടുത്ത സെറ്റ് ഞാൻ OTGയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല ടേസ്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അധികം ഓവർ പണിയൊന്നും ഇല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.